ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് തട്ടുകടകളിലും റെസ്റ്റോറൻറ്റുകളിലുമൊക്കെ ലഭിക്കുന്ന നല്ല സ്പൈസിയും ക്രിസ്പിയുമായിട്ടുള്ള ബീഫ് ചില്ലിയാണ്. ഇത് നമുക്ക് വളരെ ചുരുങ്ങിയ ചിലവിൽ വളരെ സാധാരണ ചേരുവകൾ ഉപയോഗിച്ച് തന്നെ വീടുകളിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുവാൻ സാധിക്കും. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ എല്ലില്ലാത്ത വലിയ കഷ്ണങ്ങളാക്കി മുറിച്ച ബീഫാണ് ഇതിന് വേണ്ടത്. ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. ഇതിനായി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് തന്നെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഇനി നമുക്ക് ഇതൊന്ന് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായി ബീഫ് കഷ്ണങ്ങൾ എല്ലാം കുക്കറിലേക്ക് മാറ്റുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് കുക്കറിൻ്റെ മൂടി വെച്ച് ഒരു 7 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഈ ബീഫ് നന്നായി വെന്ത് പോകരുത്. ഏകദേശം ഒരു 90% വേവ് ആവുന്നത് വരെയാണ് വേവിക്കേണ്ടത്. നിങ്ങളുടെ നാട്ടിലെ ബീഫിൻ്റെ വേവും കുക്കറിൻ്റെ വലിപ്പവും അനുസരിച്ച് വിസിലുകളുടെ എണ്ണത്തിൽ മാറ്റം വരാവുന്നതാണ്. വിസിലൊക്കെ അടിച്ച് ഒരു 20 മിനിറ്റിന് ശേഷം ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ ബീഫ് പാകത്തിനുള്ള വേവ് ആയി വന്നിട്ടുണ്ട്. ഇത് കൂടുതൽ വെന്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഇനി അരിഞ്ഞെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോവും. അതുകൊണ്ട് ഒരു 90% വേവ് ആവുന്നത് വരെയാണ് വേവിക്കേണ്ടത്. ഇനി ഈ ബീഫ് കഷ്ണങ്ങൾ എല്ലാം തന്നെ കുക്കറിൽ നിന്ന് മാറ്റി വേറെ ഒരു പാത്രത്തിലേക്ക് തണുക്കാനായി വെക്കുക. ഇത് തണുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അവസാനം കുക്കറിൽ ബാക്കിയാകുന്ന വെള്ളം കളയരുത്. ഇത് നമുക്ക് മസാല ഉണ്ടാക്കുമ്പോൾ ആവശ്യമുണ്ട്. ഇനി നമുക്ക് ബീഫ് കഷ്ണങ്ങൾ തണുത്തതിന് ശേഷം ഇതുപോലെ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാ ബീഫ് കഷ്ണങ്ങളും ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് കോട്ട് ചെയ്യാനുള്ള മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 2 ടീസ്പൂൺ കോൺഫ്ലവർ, 2 ടീസ്പൂൺ അരിപ്പൊടി, 1 നാരങ്ങയുടെ നീര്, നേരത്തെ നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ ബാക്കിയായ വെള്ളത്തിൽ നിന്നും ഒരു 1/4 കപ്പ്, 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ. നമ്മൾ ഇത് ഏത് എണ്ണയിലാണോ ഫ്രൈ ചെയ്തത് ആ എണ്ണ ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം കൈകൊണ്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. വെള്ളം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കുക്കറിൽ ബാക്കിയായ വെള്ളം കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് മസാല ഇതുപോലെ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുക. അതിനുശേഷം നേരത്തെ കട്ട് ചെയ്ത ബീഫ് കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നാൽ മാത്രമാണ് ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായി മസാല പിടിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നേരത്തെ മസാല പുരട്ടി വെച്ച ബീഫ് കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് കൊടുക്കുക. ഒരിക്കലും ഒരുമിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കരുത്, അത് കട്ട പിടിക്കാൻ ഇടയാക്കും. ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുവാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പുറമേയുള്ള മസാല പെട്ടെന്ന് കരിഞ്ഞു പോകും.
ഇത് എണ്ണയിൽ കുറേ സമയം കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏകദേശം ഒരു 1.5 മിനിറ്റ് 2 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് ഇത് കോരി മാറ്റാവുന്നതാണ്. ഇത് കൂടുതൽ സമയം ഫ്രൈ ചെയ്തെടുത്താൽ ഇതിൻ്റെ കളറിലും ടേസ്റ്റിലുമൊക്കെ വ്യത്യാസം വരും. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് നന്നായി ബ്രൗൺ നിറമായി വരുമ്പോൾ തന്നെ എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. ഇപ്പോൾ നമ്മുടെ സ്പൈസിയും ക്രിസ്പിയുമായിട്ടുള്ള ബീഫ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വീണ്ടും മറ്റൊരു പുതിയ വീഡിയോയുമായി കാണും വരേക്കും ബായ്.